കാണുക നാട്ടുരാജ്യ ന്യൂസ് നിങ്ങളുടെ വിരൽത്തുമ്പിൽ. അഴിമതിയിലും കൂറുമാറ്റത്തിലും വിവാദമായ തൊടുപുഴ മുനിസിപ്പാലിറ്റി 9-ാം വാർഡ് 4 സ്ഥാനാർത്ഥികളാണ്. കടുത്ത മത്സരമാണ്. അതിൽ BJP സ്ഥാനാർത്ഥി രാജേഷ് പൂവാശ്ശേരിയിൽ വീട് സന്ദർശനമാണ്. രാഷ്ട്രീയക്കാരെയും വളർത്താതെ ഈ നാട് നന്നാക്കാൻ ഒരു വോട്ടാണ് ആവശ്യപ്പെടുന്നത്. അപ്പം ഇതിനൊരു മാറ്റം വേണം. നാഥനില്ലാ കളരിയാണ്. ഇത് നമുക്ക് നന്നാക്കി എടുക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹായം വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടുണ്ടാകണം. ഞാൻ മുന്നിലുണ്ടാകും. അത് വാങ്ങിത്തരാനും അത് നിങ്ങൾക്ക് ലഭിക്കുന്നതിനും വേണ്ടി കേട്ടോ. ഇന്ന് പ്രധാനമന്ത്രിയുടെ പദ്ധതികൾ വരെ ഒരുപാടുണ്ട്. നിങ്ങളൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ. അതൊക്കെ നമുക്ക് മേടിച്ചെടുക്കണം. അതുകൊണ്ട് ഈ ഒരു പ്രാവശ്യം എന്നെ സഹായിക്കണം കേട്ടോ. ഓക്കെ, അതറിഞ്ഞാൽ മതി. അങ്ങനെയൊക്കെ അത് കുഴപ്പമില്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒരു വികസന പ്രവർത്തനങ്ങൾ ഈ നാടിൽ നടക്കുന്നില്ല എന്നും ഈ റോഡിൻ്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ പൊതുജനങ്ങളുടെ പരാതിയാണ്. യഥാർത്ഥത്തിൽ റീടാറിംഗ് നടത്തിയിട്ട് വരെ കാലങ്ങളായി. ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി തരണമെന്നാണ് നമ്മുടെ ഒരു വിജയപ്രതീക്ഷ. ഈ പ്രാവശ്യം ഞങ്ങളൊരു അട്ടിമറി വിജയം ഈ വാർഡിൽ നടത്തും. കാരണം ഈ കാണുന്ന പ്രദേശങ്ങളിൽ 5-6 റെസിഡൻസ് അസോസിയേഷൻ ബന്ധപ്പെടുന്ന ഒരു പ്രദേശമാണ് പെട്ടേനാട്. അവിടെ വീടുകളിലൊക്കെ ഭവന സന്ദർശനം നടത്തിയപ്പോൾ അവിടെയുള്ള ആളുകളുടെ പ്രതികരണം ഈ ഇടതനെയും വലതനെയും വെറുത്ത മട്ടിലാണ്. കാരണം ഈ റോഡിൻ്റെ അവസ്ഥകൾ ഇപ്പം നിങ്ങളൊക്കെ ചാനലുകാർക്ക് ഈ വഴിയിലൂടെ ഒന്ന് സഞ്ചരിക്കുമ്പം അതും കൂടി ഒന്ന് എടുക്കേണ്ടതുണ്ട്. ഞങ്ങളത് റിപ്പോർട്ട് ചെയ്തായിരുന്നു. അത് വരുന്ന വഴിക്ക് റോഡാണോ തോടാണോ എന്ന് അറിയാൻ മേലാത്ത ഒരവസ്ഥയായിരുന്നു റോഡിൻ്റെ ഗതി. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളല്ലാതെ ഒരു 100 അടി നല്ലൊരു റോഡ് കാണാൻ നമുക്ക് സാധിക്കാത്തൊരവസ്ഥയിലായി. ഇന്ന് കൊച്ചു കുട്ടികൾ പോലും വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത്, ചേട്ടാ ഈ റോഡ് ഞങ്ങൾക്ക് ശരിയാക്കി തരുമോ എന്നുള്ളതാണ്. കാരണം അവർ പോലും ഈ പാർട്ടികളെ, അതായത് 5 വർഷം മാറി മാറി ഭരിച്ച ഇരു മുന്നണികളും ഈ റോഡിനെക്കുറിച്ചോ അവരുടെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ 9-ാം വാർഡിലെ ഈ പെട്ടേനാട് വാർഡിലെ ഈ റോഡിൻ്റെ അവസ്ഥ. അവർ എന്നോട് ചോദിച്ചത് ഈ റോഡ് ശരിയാക്കി തരാൻ കഴിയുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ NDA ഒരു സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നുണ്ട്. എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഈ റോഡിൻ്റെ കാര്യം മാത്രമല്ല, ഈ വാർഡിൽ നാഥനില്ലാ കളരിയായി കിടക്കുകയാണ്. അതിന് നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ വാർഡിനെ അവരെ സംരക്ഷിക്കുന്നതിനുള്ള എല്ലാ നടപടികളുമായിട്ട് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അത് വിജയിച്ച് വന്നാൽ അവിടുത്തെ കൗൺസിലറായി നിന്നുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കാം എന്നൊരു വാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് ഇവിടെ പൂർത്തീകരിക്കാനുള്ള അവസരം അവരെനിക്ക് തരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഇവിടെ വെളിച്ചമില്ലാത്ത ആളുകൾ, അതുപോലെ തന്നെ അംഗൻവാടി 5-10 വർഷം മുമ്പ് ഞങ്ങൾ ഇതുപോലെ അംഗൻവാടിക്ക് വേണ്ടി ഇവിടെ ഒരുപാട് സമരം നടത്തിയതാണ്. പക്ഷേ ഇതേവരെ മാറി വരുന്ന ആളുകൾ അംഗൻവാടി തരാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുവരെ അംഗൻവാടി ഇല്ലാത്ത ഒരു വാർഡാണ് 9-ാം വാർഡ്. ഇവിടെ അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി മാറുന്നത് കൊണ്ടാണ് ഇവിടെ ഈ വികസനം നാട്ടിലേക്ക് വരാത്ത. അവർ പൈസ മേടിക്കുന്നു, അവർ ജനങ്ങളെ വഞ്ചിക്കുന്നു, അവർ കൂറുമാറുന്നു, അവർ പാർട്ടികൾ ചാഞ്ചാടി നടക്കുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ന് ഈ നാട്ടിൽ ഒരാളില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ടൊരു കാര്യമാണ്. അത് മനസ്സിലാക്കിയ ജനങ്ങളാണ്. അവർ ഇപ്പോൾ രാഷ്ട്രീയമൊന്നുമല്ല, ഇപ്പോൾ ഏത് BJP ആണെന്നോ കോൺഗ്രസ് ആണെന്നോ കമ്മ്യൂണിസ്റ്റ് ആണെന്നൊന്നുമില്ല. രാഷ്ട്രീയം മറന്നുകൊണ്ട് അവരിന്നൊരു വ്യക്തി എന്ന നിലയിൽ ഒരുപാട് ആളുകൾ സഹകരിക്കും. ഇവിടെ വിജയിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. വൻ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ NDAയുടെ സ്ഥാനാർത്ഥിയായി എനിക്ക് വിജയിക്കാൻ കഴിയും. കാരണം ഈ നാടിൻ്റെ അവസ്ഥയാണ്. അങ്ങനെ സംഭവിച്ചാൽ ഈ നാടിനെ രക്ഷപ്പെടുത്താനായിട്ട് അവരോടൊപ്പം നിന്നുകൊണ്ട് ഞാനിവിടെ ഉണ്ടാകും. ഒരേട്ടനായിട്ട്, അവരുടെ ഒരു അനിയനായിട്ട്, അല്ലെങ്കിൽ ഒരു സഹോദരനായിട്ട് ഈ 9-ാം വാർഡിനെ കാത്തു സംരക്ഷിക്കാൻ അതിൻ്റെ ഏറ്റവും മുന്നിൽ ഞാൻ ഉണ്ടാകുമെന്ന് ഇവിടുത്തെ ആളുകൾക്ക് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയമല്ല വലുത്, രാഷ്ട്രമാണ് വലുത് എന്നുള്ള ഒരു സന്ദേശമാണ് രാജേഷ് ഇവിടെ തെളിവ് സഹിതം നൽകിക്കൊണ്ട് നാട്ടുകാരോട് വോട്ടഭ്യർത്ഥിക്കുന്നത്. എന്നാൽ ഈ നാട്ടിലെ ജനങ്ങൾ ഇത് എങ്ങനെ വിലയിരുത്തും? നാടാണോ വലുത്, രാഷ്ട്രീയമാണോ വലുതെന്ന് കാത്തിരുന്ന് കാണാം. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് KK വിജയൻ.